കൂട്ടുകാരെ ഇന്നലെ IPL ഫൈനലിൽ അങ്ങനെ KKR ജയിച്ചു. ഹൈദരാബാദിനെ ഒരു തോൽപ്പിച്ചു. ടോസ് കിട്ടിയത് ഹൈദരാബാദിന് ഒരു ബാറ്റിംഗ് തെരഞ്ഞെടുക്കായിരുന്നു. 18.3 ഓവറിൽ 113 റൺ എടുക്കാനേ ഹൈദരാബാദിന് കഴിഞ്ഞുള്ളൂ. KKR ഇനി അത് 10.3 ഓവറിൽ മറികടന്നു. ഫൈനലിൽ അങ്ങനെ KKR ഏകപക്ഷീയമായി വിജയിച്ചു എന്ന് പറയണം. ഒരു ഫൈറ്റ് കൊടുക്കാൻ പോലും ഹൈദരാബാദിന് പറ്റിയില്ല. ആരും തന്നെ ഫോം ആയില്ല. ഒരു ബാറ്റ്സ്മാനെ പോലും ഫോം ആവാൻ അനുവദിച്ചില്ല എന്ന് പറയണം. കൃത്യമായ ഒരു വിക്കറ്റുകൾ വീഴ്ത്തി. ഹൈദരാബാദിന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ഫൈനലിൽ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും ഫോം ആയില്ല. KKRന്റെ ബോളർമാർ ആരെയും ഫോം ആവാൻ വിട്ടില്ല. കൃത്യമായ ഒരു വിക്കറ്റുകൾ വീഴ്ത്തി. KKRന്റെ തുടക്കത്തിൽ തന്നെ സുനിൽ നരേന്റെ വിക്കറ്റ് പോയെങ്കിലും വെങ്കിടേഷ് അയ്യരും ഗുർബാസും കൂടി നല്ല രീതിയിൽ കളിച്ചു. അവരുടെ ഒരു നല്ല പാർട്ണർഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു. വെങ്കിടേഷ് അയ്യർ നല്ല 50 ഒക്കെ അടിച്ചു. 10.3 ഓവറിൽ KKR കളി അവസാനിപ്പിച്ചു. SRHന്റെ ആരാധകർക്ക് ഇന്നലെ നിരാശയായിരുന്നു. കളി തുടങ്ങിയ അവസാനം വരെ ഒരു പ്രതീക്ഷയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അത്രയും മോശം കളിയായിരുന്നു SRHന്റെ. ഫൈനലിൽ KKR ജയിക്കുന്ന പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൂട്ടുകാർ മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. കിട്ടിന്റെ 2 കിട്ടാൻ നമ്പർ 2. അപ്പൊ ഇദ്ദേഹത്തിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. IPLന്റെ കലാശ പോരാട്ടത്തിൽ അങ്ങനെ KKR വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യന്മാരായി.